സർക്കാരിന് തിരിച്ചടി. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഹർജികളിലാണ് ഹൈക്കോടതി നടപടി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. നിഖിൽ, നേരത്തെ ഗതാഗത കമ്മീഷണർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് ചില മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പുറപ്പെടുവിച്ചിരുന്നു. സർക്കുലർ എന്നുള്ള രീതിയിലായിരുന്നു പുറപ്പെടുവിച്ചിരുന്നത്. ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. ഗതാഗത കമ്മീഷണറുടെ ഉത്തരവുകളും സർക്കുലറുകളും ഒക്കെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജിയിലാണ് വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷം ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞ ഒരു വാദം എന്ന് പറയുന്നത്, ഈ 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളൊന്നും തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനോ അല്ലെങ്കിൽ പരിശീലനത്തിനോ ഉപയോഗിക്കരുത് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഈ ഗതാഗത കമ്മീഷണർ ഇറക്കിയ മാനദണ്ഡത്തിലെ ഒന്ന്. ആ ഒരു മാനദണ്ഡം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വാദം ഈ പറയുന്ന ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചു. അത് മാത്രവുമല്ല, ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഈ പരീക്ഷ നടത്തിപ്പുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഹൈക്കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാതെ ആക്ഷേപങ്ങളിൽ ഒരു പരിഹാര നടപടികൾ സ്വീകരിക്കാതെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ട് നിയമവിരുദ്ധമായിട്ടുമാണ് സർക്കുലർ ഗതാഗത കമ്മീഷണർ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു വാദത്തിനിടയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഏകപക്ഷീയമായിട്ട് ഗതാഗത കമ്മീഷണർ ചർച്ചകൾ നടത്താതെ കൃത്യമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് പരിഹാര നടപടികൾ സ്വീകരിക്കാതെയാണ് ഉത്തരവുകൾ ഇറക്കിയത് എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രസ്തുത ഉത്തരവും സർക്കുലറും ഒക്കെ തന്നെ റദ്ദാക്കിയിരിക്കുന്നത്. അന്ന് വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ഇത്. അതായത് ഈ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ആധുനിക കാലത്ത് കൂടുതൽ സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലപ്പഴക്കം ഏറിയ വാഹനങ്ങൾ അത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു ഗതാഗത കമ്മീഷണർ ഇറക്കിയ ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. അതുമാത്രമല്ല, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കുലർ ഇറക്കുന്നതെന്നും ഗതാഗത കമ്മീഷണർ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സമരങ്ങൾ തുടരുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ച് ഇപ്പോൾ അന്തിമ ഉത്തരവിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഗതാഗത കമ്മീഷണർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനവുമായി ബന്ധപ്പെട്ട് പരിഷ്കരിച്ചുകൊണ്ട് ഇറക്കിയ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ്. നിഖിൽ, ശരി രേഷ്മ. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഹർജികളിലാണ് ഹൈക്കോടതി നടപടി. വിവരം നൽകുകയായിരുന്നു രേഷ്മ ബാബു.